ഇന്ത്യാ സഖ്യവും ബി.ജെ.പിയും തമ്മിലുള്ള പ്രത്യക്ഷ പോരാട്ടത്തിന്റെ ഫലമറിയാൻ ഇനി ഏതാനും നാളുകൾ മാത്രം. 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പ് ആരംഭിച്ചതുപോലെയല്ല അവസാന ദിനങ്ങളിലേക്ക് നീങ്ങുന്നത്. ചോദ്യം ചെയ്യപ്പെടാനാകാത്ത ശക്തിയാണ് തങ്ങളെന്ന് വ്യക്തമാക്കിക്കൊണ്ടുള്ള ബി.ജെ.പിയുടെ ഉറച്ച ശബ്ദത്തിന്റെ പിൻബലത്തോടെയുള്ള നീക്കങ്ങളായിരുന്നു തുടക്കത്തിൽ നമ്മൾ കണ്ടത്. എന്നാൽ വോട്ടെടുപ്പിന്റെ 2-3 ഘട്ടം കഴിഞ്ഞതോടെ കഥ മാറുകയായിരുന്നു. അവസാന 3 റൗണ്ട് വോട്ടെടുപ്പിൽ നിന്ന് ഇന്ത്യൻ സഖ്യം സുരക്ഷിത വശങ്ങളിലേക്ക് നീങ്ങുന്നതായാണ് രാഷ്ട്രീയ നിരീക്ഷകരും കരുതുന്നത്. രാജ്യത്ത് 1-2 റൗണ്ടുകൾക്ക് ശേഷം കുറഞ്ഞ വോട്ടിംഗ് ശതമാനം അതിന്റെ സൂചനയാണെന്നും വിലയിരുത്തപ്പെടുന്നു. മാത്രമല്ല 2 റൗണ്ട് തിരഞ്ഞെടുപ്പിന് മുമ്പും ശേഷവുമുള്ള ബി.ജെ.പി സ്ഥാനാർത്ഥികളുടെ പെരുമാറ്റത്തിലെ വ്യത്യാസവും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. 2 ഘട്ടത്തിന് മുൻപുണ്ടായിരുന്ന ആത്മവിശ്വാസത്തോടെയുള്ള പെരുമാറ്റമല്ല 2 റൗണ്ടിന് ശേഷം ഇപ്പോൾ ബി.ജെ.പി നേതാക്കളിൽ കാണാൻ സാധിക്കുന്നത്. ഈ തിരഞ്ഞെടുപ്പിൽ 400-ലധികം സീറ്റുകളിൽ തങ്ങൾ വിജയിക്കുമെന്ന് വീമ്പിളക്കിയ ബി.ജെ.പിയുടെ സ്ഥാനാർത്ഥികൾ പെട്ടെന്ന് ആ സംഖ്യ കുറച്ചുകൊണ്ടുവരികയായിരുന്നു. ചിലർക്ക് 300 വരെ എത്തി. മാത്രമല്ല നരേന്ദ്രമോദിയുടെയും മറ്റു ബി.ജെ.പി ഉന്നത നേതാക്കളുടെയും തിരഞ്ഞെടുപ്പ് പ്രചരണങ്ങളും റോഡ് ഷോയും 2ാം ഘട്ടത്തിനു ശേഷം പെട്ടെന്ന് വർദ്ധിച്ചതും ഈ സാഹചര്യത്തിൽ കൂട്ടിവായിക്കേണ്ടതാണ്. അതിനിടയിലാണ് ഒരു ശ്രദ്ധേയമായ മാറ്റം കാണുന്നത്. ബി.ജെ.പിയുടെ വിജയത്തെ മാത്രം പിന്തുണയ്ക്കുകയും മറ്റു പാർട്ടികളെ അപലപിക്കുകയും ചെയ്തുകൊണ്ടിരുന്ന വാർത്താ ചാനലുകൾ ഇന്ത്യാ സഖ്യത്തിന് പ്രാധാന്യം നൽകി തുടങ്ങിയെന്നുള്ളതും രാജ്യത്തെ അനിവാര്യമായ മാറ്റത്തിലേക്കുള്ള സൂചനകളാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. അതിനിടയിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്റെ പ്രചരണ പരിപാടികളിൽ മതം, മംഗളസൂത്രം, എരുമ എന്നിങ്ങനെയുള്ള വിവിധ വിഷയങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ തുടങ്ങിയത്. ഒരു കാരണവുമില്ലാതെ മോദിജി എന്തും പറയാൻ തുടങ്ങി എന്നർത്ഥം. പൊതുജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന തൊഴിൽ, പണപ്പെരുപ്പം, GDP തുടങ്ങിയ വസ്തുതകളെ മറച്ചുവച്ചുകൊണ്ട് വായിൽ തോന്നിയത് ഗോതയ്ക്ക് പാട്ട് എന്നുള്ള രീതിയിൽ പ്രധാനമന്ത്രി മോദി സംസാരിക്കാൻ തുടങ്ങിയതോടെ ബി.ജെ.പി പ്രവർത്തകരും അപകടം മണക്കുകയായിരുന്നു. ബി.ജെ.പി 400 സീറ്റുകൾ നേടുമെന്ന് പറഞ്ഞിട്ടും നിരവധി പ്രചരണങ്ങൾ നടത്തിയിട്ടും വോട്ടിംഗ് ശതമാനം വർദ്ധിച്ചില്ല. എല്ലായിടത്തും പൊതുജനങ്ങൾ വളർച്ച, തൊഴിൽ, പണപ്പെരുപ്പം, മണിപ്പൂർ തുടങ്ങിയ പ്രശ്നങ്ങളെക്കുറിച്ച് ചോദിക്കാൻ തുടങ്ങുകയും ചെയ്തു. ഈ സാഹചര്യത്തിലൊക്കെ പറയാൻ ബി.ജെ.പിയുടെ കയ്യിൽ രാമക്ഷേത്രം എന്ന ഒറ്റ വിഷയം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പ്രധാനമന്ത്രി ദുരിതാശ്വാസ ഫണ്ട് വിഷയവും കൊറോണ വൈറസ് ആന്റിഡോസ് നെഗറ്റീവ് ഇമ്പാക്റ്റും ഇലക്ട്രൽ ബോണ്ട് തട്ടിപ്പുമൊക്കെ വോട്ടെടുപ്പിൽ ബി.ജെ.പിയെ ബാധിക്കും എന്നു തന്നെയാണ് കരുതപ്പെടുന്നത്. ഈ സാഹചര്യത്തിലാണ് ദേശീയ മാധ്യമമായ ഇന്ത്യ ടുഡേയുടെ യൂട്യൂബ് ചാനലിൽ കണ്ട ഒരു സംഗതി ശ്രദ്ധിക്കപ്പെടുന്നത്. കഴിഞ്ഞ ദിവസം ഇന്ത്യ ടുഡേ ചാനലിന്റെ യൂട്യൂബിൽ 3 ലൈവുകൾ പാരലൽ ആയിപ്പോയിരുന്നു. ഒന്നിൽ അമിത്ഷാ ഡൽഹിയിലെ സംഘം വിഹാറിൽ പ്രസംഗിക്കുന്നതിന്റെ ലൈവ്, മറ്റൊന്നിൽ രാഹുൽ ഗാന്ധി ന്യൂഡൽഹിയിൽ പ്രസംഗിക്കുന്നതിന്റെ ലൈവ്, മറ്റൊന്നിൽ രാജ്ദീപ് സർദേശായി പ്രിയങ്ക ഗാന്ധിയുമായി അഭിമുഖം നടത്തുന്നതിന്റെ ലൈവ്. ഇതിൽ ആദ്യം പറഞ്ഞ അമിത്ഷാ പ്രസംഗിക്കുന്ന ദൃശ്യങ്ങൾ ഇന്ത്യ ടുഡേയുടെ യൂട്യൂബ് പേജിൽ ലൈവായി കാണുന്നത് 94 പേരായിരുന്നു. അതേസമയം മറ്റൊന്നിൽ രാഹുൽ ഗാന്ധി ന്യൂഡൽഹിയിൽ പ്രസംഗിക്കുന്ന ദൃശ്യങ്ങൾ ലൈവായി കാണുന്നത് 1900 പേരും. ഇടയ്ക്കിടയ്ക്ക് അത് 2300 വരെയൊക്കെ പോകുന്നുണ്ട്. അടുത്തതായി രാജ്ദീപ് സർദേശായി പ്രിയങ്ക ഗാന്ധിയുമായി നടത്തുന്ന അഭിമുഖം, അത് ലൈവായി കാണുന്നത് 1800 പേരും. ഉറപ്പാണ് ബി.ജെ.പിക്ക് കാര്യമായി എന്തോ സംഭവിക്കുന്നുണ്ട്. ബി.ജെ.പി 400 സീറ്റ് നേടുമോ എന്ന് ചോദിച്ചു നടത്തുന്ന ചർച്ച ഗോസ്വാമി ഒരു കിച്ചടി സർക്കാർ രാജ്യത്തിന് ഗുണകരമാകില്ല എന്ന് പറഞ്ഞ് കരയുന്നത് കാണുമ്പോൾ ചെറുതല്ലാത്ത വിഷമവും വരുന്നുണ്ട്.